ഹായ് മക്കളെ, നമ്മുടെ 10-day ചലഞ്ച് നല്ല പവറായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ലൈവ് സെക്ഷൻ വരുമ്പോൾ പല മക്കളും നമ്മളോട് ചോദിക്കുന്ന ചാറ്റ് ബോക്സിൽ വരുന്ന ഒരു സംശയമാണ്, സാറേ എങ്ങനെയാണ് കാൽക്കുലേറ്റർ ഉപയോഗിക്കേണ്ടത്, കാൽക്കുലേറ്ററിന് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് പല മക്കളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്, ആ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾ ആരെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ആ വാങ്ങിക്കാൻ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഫംഗ്ഷനാണ്. നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടോ, ഈ FX82MS എന്ന് പറയുന്ന അതിന്റെ ഫംഗ്ഷനാണ്. ആ ഒരു റേഞ്ചിലുള്ള കാൽക്കുലേറ്റർ തന്നെ നിങ്ങൾ വാങ്ങിക്കുക. അതിനേക്കാൾ കൂടിയ റേഞ്ചിലുള്ള കൂടിയ ഫംഗ്ഷനുള്ള കാൽക്കുലേറ്റർ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ എക്സാം ഹാളിൽ ആ കാൽക്കുലേറ്റർ കയറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ നോക്കി മാത്രം എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ വാങ്ങുക. ഈ കാൽക്കുലേറ്ററിന് ഏകദേശം 550 രൂപയാണ് വിലയാകുന്നത്. ഓക്കെ മക്കളെ, ഇനി ഇതിന്റെ ഓൺ ഓഫ് ഒന്നും നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഓൺ ബട്ടൺ. അപ്പൊ നമ്മുടെ കാൽക്കുലേറ്റർ എന്താവും, ഓൺ ആകും. ഇനി ഓഫ് ആക്കാനൊന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓഫ് ബട്ടൺ പ്രത്യേകം ഇവിടെ ഇല്ല. അവിടെ നിങ്ങൾ കാണുന്നുണ്ട് AC എന്ന് പറയുന്ന ഒരു ബട്ടന്റെ മുകളിലായിട്ട് മഞ്ഞ കളറിൽ ഓഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മഞ്ഞ കളറിലുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് കാണുന്നുണ്ട്. ആ ഷിഫ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്യുക. ദെൻ നിങ്ങൾ AC ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ കാൽക്കുലേറ്റർ ഓഫ് ആകുന്നതാണ്. അപ്പോൾ ഓണും ഓഫും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് സൈൻ ഇൻവേഴ്സ്, നാച്ചുറൽ ലോഗരിതം അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു കാൽക്കുലേറ്ററിൽ വളരെ പെട്ടെന്ന് അതിന്റെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ കാൽക്കുലേറ്ററിന്റെ മുകൾ വശത്തായിട്ട് കുറെ സ്വിച്ചുകൾ കാണുന്നുണ്ട്. റൂട്ട്, എക്സ് സ്ക്വയർ, ലോഗ്, e⁻x, ടാൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ്, സൈൻ, കോസ്, ടാൻ. അപ്പൊ മുകളിലത്തെല്ലാം ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. താഴെ നമ്മുടെ സാധാരണ കാൽക്കുലേറ്റർ പോലെ തന്നെ 1 2 3 4 0 വരെ. പിന്നെ എന്താ ഉള്ളത്, നമ്മുടെ മൈനസ്, പ്ലസ്, ഇൻറ്റു, ഡിവിഷൻ, ഈക്വൽ ടു, ഇതെല്ലാം നമ്മുടെ സാധാരണ കാൽക്കുലേറ്റർ പോലെ തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ കാൽക്കുലേറ്റർ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ മോഡ് ക്ലിയർ ആക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി എല്ലാവരും ചെയ്തേക്കുക. ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ട മോഡിൽ തന്നെ ആയിരിക്കും കാൽക്കുലേറ്റർ കിടക്കുന്നത്, ചിലപ്പോൾ ആ മോഡിലല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, നമുക്ക് ആദ്യം മോഡ് അങ്ങ് ക്ലിയർ ചെയ്തേക്കാം. അപ്പോൾ മോഡ് ക്ലിയർ ചെയ്യാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം മക്കളെ. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ മോഡും പിന്നെ CLR എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങളിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, CLR ആണ് നമുക്ക് വേണ്ടത്, ക്ലിയർ ബട്ടൺ ആണത് അല്ലേ. അപ്പോൾ അത് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഷിഫ്റ്റ് നിൽക്കുക. ദെൻ എന്ത് ചെയ്യുക, മോഡ് ക്ലിയറിൽ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 സാധനം കാണുന്നുണ്ട്, MCL, മോഡ്, ആൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫുള്ള് ഈ കാൽക്കുലേറ്റർ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റീസെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നിങ്ങൾ എന്തെടുക്കുക, 3 എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾ 3 പ്രസ് ചെയ്യുക. അപ്പൊ റീസെറ്റ് ആളെന്ന് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ദെൻ നിങ്ങളൊരു ഈക്വൽ ടു സൈൻ അടിച്ചു കഴിഞ്ഞാൽ റീസെറ്റ് ആൾ. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഇപ്പോൾ വാങ്ങിച്ച പോലെ തന്നെ ആയിരിക്കുകയാണ്. ഫുൾ മോഡ് ക്ലിയർ ആയി, നമുക്ക് വേണ്ട മോഡിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ കാൽക്കുലേറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് മോഡ് ക്ലിയർ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം സൈന്, കോസ്, ടാന് ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമുക്കറിയാം സൈൻ 90 എന്ന് പറയുന്നത്, സൈൻ 90 അടിക്കുക, ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1 ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കോസ് 90 അടിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 0 ആണ് കിട്ടുന്നത്. അപ്പൊ ട്രിഗണോമെട്രി ഫംഗ്ഷൻ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ഇപ്പൊ നമുക്ക് നോക്കിയേ, സൈൻ ഇൻവേഴ്സ് നമുക്ക് വേണം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ സൈൻ ഇൻവേഴ്സിന്റെ ഒരു സ്വിച്ച് നിങ്ങൾ കാണുന്നില്ല, പക്ഷേ സൈനിന്റെ മുകളിൽ മഞ്ഞ കളറിൽ സൈൻ ഇൻവേഴ്സ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മഞ്ഞ കളറുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, സൈൻ എന്ന് പറയുന്ന സ്വിച്ചിൽ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സൈൻ ഇൻവേഴ്സ് വന്നു. അപ്പൊ നമുക്ക് സൈൻ ഇൻവേഴ്സ് എന്ത് കണ്ടുപിടിക്കാം, സൈൻ ഇൻവേഴ്സ് 1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സൈൻ ഇൻവേഴ്സ് 1 നമുക്കറിയാം 90 ആണ്, കാരണം സൈൻ 90 ആണ് 1. അപ്പൊ സൈൻ ഇൻവേഴ്സ് 1 എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെയാണ് കോസ് ഇൻവേഴ്സ്. അപ്പൊ ഷിഫ്റ്റ് അടിക്കുക, കോസിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോസ് ഇൻവേഴ്സ് ആയി. ഇനി അതുപോലെ തന്നെ ഷിഫ്റ്റ് അടിക്കുക, ടാനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ആയി. അപ്പൊ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നമുക്ക് ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ലോഗരിതമിക് ഫംഗ്ഷൻ, നമുക്കറിയാം നാച്ചുറൽ ലോഗരിതം ഉണ്ട്. നാച്ചുറൽ ലോഗരിതം എന്ന് പറയുന്നത് ബേസ് E ആണ്. പിന്നെ നമ്മൾ സാധാരണ കാൽക്കുലേറ്ററിലൊക്കെ ചെയ്യുന്നത് ലോഗ് ബേസ് 10ലാണ് ചെയ്യുന്നത്. അപ്പൊ ലോഗ് ബേസ് 10 ഇവിടെ സ്വിച്ച് ഡയറക്റ്റ് ഉണ്ട്, ലോഗ് എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. അതിന്റെ ഇപ്പുറത്ത് കാണുന്ന LN ആണ് നാച്ചുറൽ ലോഗരിതം. നമുക്ക് ലോഗിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ലോഗ് 4 നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം ലോഗ് 4 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 0.6020 ഉണ്ടോ. നമുക്ക് ലോഗരിതം ഫംഗ്ഷൻ ഇതുവരെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് നാച്ചുറൽ ലോഗരിതം LN
25 കണ്ടുപിടിച്ച് നോക്കിയാൽ ln 25 3.21 ആണ്. അപ്പൊ നമുക്ക് നാച്ചുറൽ ലോഗരിതം ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇനി എക്സ്പോണൻഷ്യൽ ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ പവർ എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ e⁻x സ്വിച്ച് കണ്ടോടാ ln മുകളിലായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് നിൽക്കുക, then e⁻2 നമുക്ക് നോക്കാം. e⁻2 എത്രയാണ്, 7.389 ആണ്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കൊരു സംഖ്യയുടെ സ്ക്വയർ കാണാം. ഇപ്പൊ നമുക്ക് 5 സ്ക്വയർ കാണാം. അപ്പൊ 5 പ്രസ് ചെയ്യുക, ഇവിടെ x സ്ക്വയർ എന്നൊരു ബട്ടൺ കാണുന്നുണ്ട്. ആ x സ്ക്വയർ നോക്കി കഴിഞ്ഞാൽ 5 സ്ക്വയർ ആയി നമുക്കറിയാം, അത് 25 ആണ്. ഇനി നമുക്ക് 5⁻5 ചെയ്യണം. ഓക്കെ, 5⁻5 എങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അത് റേസ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പൊ റേസ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വളരെ ടെക്നിക്ക് ഉണ്ട്. 5⁻5 ആണ് വേണ്ടത്. അപ്പൊ നിങ്ങൾ ആദ്യം 5 പ്രസ് ചെയ്യുക, പിന്നെ റേസ് ടു അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങളൊരു ബട്ടൺ കാണുന്നുണ്ട്, മുകളിലോട്ട് ആരോ കാണുന്നത് കണ്ടോ? ഈ മുകളിലോട്ട് ആരോ കാണുന്ന ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്തു, അപ്പൊ മുകളിലോട്ട് ഒരു ആരോ വന്നു. ദെൻ എന്ത് ചെയ്യുക, 5 അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്, 5⁻5 എന്നാണ്. ദെൻ ഈക്വൽ ടു അടിച്ചു കഴിഞ്ഞാൽ 3125 ഇടാം. 5⁻5 എന്ന 3125. അപ്പോൾ എക്സ്പോണൻഷ്യൽ, അതായത് എക്സ്പോണൻഷ്യൽ അല്ല, പവർ ഉള്ള ഫംഗ്ഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇപ്പോൾ വേറെ എക്സാമ്പിൾ കാണിച്ചാൽ 2⁻3 നമുക്ക് എല്ലാവർക്കും അറിയാം 2⁻3 എത്രയാണ്, 8 ആണ്. നോക്കിയേ, 2⁻3 എന്ത് കിട്ടി, 8 കിട്ടി. അപ്പോൾ പവർ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ പോകുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനമാണ് NCR NPR, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അല്ലേ. അപ്പൊ NCR എന്താണ്, കോമ്പിനേഷൻ ആണ്. NPR എന്താണ്, പെർമ്യൂട്ടേഷൻ ആണ്. അപ്പൊ നമുക്ക് ഒരു വാല്യൂ കണ്ടുപിടിക്കാം. എനിക്ക് 5C2 കണ്ടുപിടിക്കണം. 5C2. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ 5 പ്രസ് ചെയ്യുക. നിങ്ങൾ നോക്കുക, നമുക്ക് വേണ്ടത് 5C2 ആണ് അല്ലേ. അപ്പൊ C നിങ്ങൾ ഇവിടെ കണ്ടോടാ, NCR കണ്ടോ, അതിൽ പ്രസ് ചെയ്യുക, ആ സ്വിച്ചിൽ പ്രസ് ചെയ്യുക. ദെൻ നിങ്ങൾ 2 അടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും, 10 കിട്ടും. 5C2 നമുക്ക് എല്ലാവർക്കും അറിയാം 10 ആണ് അല്ലെ. ഇനി അതുപോലെ തന്നെ NPR അല്ലെ. NPR നിങ്ങൾ നോക്കിയേ, NCRന് മുകളിൽ മഞ്ഞ കളറിലാണ് കാണുന്നത്. മഞ്ഞ കളറിലെ സ്വിച്ച് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, NCR പ്രസ് ചെയ്യുക. അപ്പൊ P വന്നു. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് 5P2 കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം 5, പിന്നെ എന്ത് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, NCR പ്രസ് ചെയ്യുക. അപ്പൊ P വന്നു അവിടെ. ദെൻ എന്ത് ചെയ്യുക, 2 പ്രസ് ചെയ്യുക, ഈക്വൽ ടു 20. നമുക്കറിയാം 5P2 എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ NCRും NPRും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സ് x⁻1 ഒക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ സ്വിച്ച് ഉണ്ട്. നമുക്ക് 2⁻1 കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, 2⁻1 കണ്ടുപിടിക്കാൻ ഈ x⁻1 സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ 2⁻1 നമുക്കറിയാം 0.5 ആണ്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫംഗ്ഷനും നമ്മുടെ ഈ ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ. അഡീഷനും സബ്ട്രാക്ഷനും മാത്രമല്ല, സൈനും ട്രിഗണോമെട്രി ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും NCRും NPRും ഒക്കെ കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ ഒരു സിംഗിൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ബേസിക് ഐഡിയ ആണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ കാൽക്കുലേറ്റർ വെച്ച് ഒരു പ്രോബ്ലം, 1-2 പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. അതാണ് മക്കൾക്ക് വേണ്ടത് അല്ലേ. എങ്ങനെയാണ് ഒരു വലിയൊരു പ്രോബ്ലം വന്നാൽ, ഒരു ലെങ്തി പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ അതിന്റെ ആൻസർ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അതാണ് ഇനി സാർ അടുത്തതായി ഡീൽ ചെയ്യാൻ പോകുന്നത്. മക്കളെ, നമ്മുടെ 10 ഡേ ചലഞ്ചിൽ നിതിൻ സാറ് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിസൾട്ടന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നായിരുന്നു. വെക്ടർ എയും വെക്ടർ ബിയും, വെക്ടർ എ എന്ന് പറയുന്നത് 10ഉം വെക്ടർ ബി എന്ന് പറയുന്നത് 5ഉം അവർ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. √a² + b² + 2ab cos θ ആണ്. അപ്പൊ ആ ഒരു പ്രോബ്ലം ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതിന്റെ ഫൈനൽ സ്റ്റെപ്പ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് √10² + 5² + 2 × 10 × 5 cos 120. ഇതിന്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അത് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലായി, ആദ്യം നിങ്ങളുടെ കിടക്കുന്നതാണ് റൂട്ട് ആണ് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റൂട്ട് ഇടുക. ബാക്കിയുള്ള a² b² + 2ab cos θ ഒക്കെ ഇവിടെ വന്നിരിക്കുന്നത് ആ റൂട്ടിന്റെ അകത്താണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, റൂട്ടിന്റെ അകത്താണെന്ന് കാണിക്കാൻ നിങ്ങൾ ഒരു ബ്രാക്കറ്റ് നൈസ് ആയിട്ട് ഓപ്പൺ ആക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇനി എന്താ കിടക്കുന്നത്, 10² ആണ്. അപ്പോൾ 10 പ്ലസ് അടുത്ത എന്താണ് കിടക്കുന്നത്, 5 ആണ് അല്ലേ. അപ്പൊ 5 10². ഓക്കെ അല്ലേടാ. പിന്നെ എന്താടാ, പ്ലസ് 2 × 10 പിന്നെ എന്താണ് കിടക്കുന്നത് 5, പിന്നെ ഒരു cos 120 ഉണ്ട് അല്ലേ. അപ്പോൾ cos 120 കൂടെ കിട്ടിവെച്ചോ. cos 120 ബ്രാക്കറ്റ് നൈസ് ആയിട്ട് എന്ത് ചെയ്യുക, അങ്ങ് ക്ലോസ് ചെയ്തേക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഈക്വൽ സൈൻ അങ്ങോട്ട് നെക്കി കഴിഞ്ഞാൽ 8.66 എന്നൊരു ആൻസർ കിട്ടും. ഇതാണ് നിങ്ങൾക്ക് നിതിൻ സാറിന് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബെഡാ പ്രോബ്ലം കൂടെ എന്ത് ചെയ്യാം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം.
ഓക്കെ മക്കളെ, നോക്കണം ഇങ്ങോട്ട്. നിങ്ങൾ ഇവിടെ ഒരു വലിയൊരു പ്രോബ്ലം നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ കാൽക്കുലേറ്റർ പ്രോ ആണ് മക്കളെ, നിങ്ങൾ പ്രോ ആണ്. കാൽക്കുലേറ്റർ നിങ്ങൾ പുലികളാകും. അപ്പൊ നമുക്ക് ഈ ഒരു വലിയ പ്രോബ്ലം, നിങ്ങൾ ആ പ്രോബ്ലം നിങ്ങൾ കാണുന്നുണ്ട്, ഒന്ന് റീഡ് ചെയ്തത്. 2 cos 60 plus 25 square the whole divided by log 3/2 the whole raised to 1/4. ഇതാണ് ആ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനെ നമ്മൾ വളരെ നിസ്സാരമായി നമ്മുടെ കാൽക്കുലേറ്റർ ഒരൊറ്റ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ട് ഇവിടെ ബ്രാക്കറ്റ് ആണ് മക്കളെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഹോൾ റേസ് ടു നമുക്ക് ഏറ്റവും മുകളിൽ തുടങ്ങാം അല്ലെ. ഹോൾ റേസ് ടു 1/4 ആണ്. അപ്പൊ ആ 1/4 വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കാം. ഓക്കെ, പിന്നെ എന്താണ്, ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ന്യൂമറേറ്റർ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കും, അതുപോലെ തന്നെ ഡിനോമിനേറ്ററും എന്ത് ചെയ്യും, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കും. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിന് പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിന് ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കി. ദെൻ ന്യൂമറേറ്ററിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്, യെസ് 2 cos 60 പ്ലസ് എന്താണ് 25 സ്ക്വയർ. ഓക്കെ അല്ലേടാ, യെസ് ന്യൂമറേറ്റർ കഴിഞ്ഞു. ന്യൂമറേറ്ററിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഡിവൈഡഡ് ബൈ, ഇനി നമുക്ക് ഡിനോമിനേറ്റർ ഇല്ലേടാ, അപ്പൊ ഡിനോമിനേറ്റർ നമുക്കൊരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം. ഡിനോമിനേറ്റർ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല, എന്നാൽ നമുക്ക് ബ്രാക്കറ്റ് എന്ത് ചെയ്യാം, ഓപ്പൺ ആക്കാം. ഡിനോമിനേറ്ററിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. എന്താണ് അവിടെ കിടക്കുന്നത്, ലോഗ് 3/2 ആണ് മക്കളെ, 3/2 ആണ്. ലോഗ് 3/2 നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോഗ് 3 കണ്ടുപിടിച്ച് 2 കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അങ്ങനല്ല വേണ്ടത്, ലോഗിന്റെ അകത്താണ് 3/2. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയിരിക്കണം. എന്താണ് ആ ബ്രാക്കറ്റിൽ വേണ്ടത്, 3/2 ആണ് വേണ്ടത്. ഓക്കെ, ലോഗ് 3/2 ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഡിനോമിനേറ്റർ നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയായിരുന്നല്ലോ, ആ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പൊ ന്യൂമറേറ്റർ ബ്രാക്കറ്റ് ഇട്ടു, ക്ലോസ് ചെയ്തു. ഡിനോമിനേറ്റർ ബ്രാക്കറ്റ് ഇട്ടു, ക്ലോസ് ചെയ്തു. 3/2 ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, ക്ലോസ് ചെയ്തു. ഇനി ഒരു ബ്രാക്കറ്റ് കൂടെ ഉണ്ടല്ലോടാ, ആ ഹോൾ റേസ് ടു 1/4 നമ്മൾ ആദ്യം ഇട്ട ബ്രാക്കറ്റ്, അതിനകത്ത് ഇവരെല്ലാം വരുന്നത്. ആ ബ്രാക്കറ്റ് നൈസ് ആയിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇനി എന്താ കിടക്കുന്നത്, റേസ് ടു 1/4 ആണ്. അപ്പോൾ മുകളിലോട്ടുള്ള ആരോ അങ്ങ് നൈസായിട്ട് പ്രസ് ചെയ്തേടാ, റേസ് ടു 1/2 ആണ്. അവിടെയും ബ്രാക്കറ്റ് വേണം, അല്ലെങ്കിൽ റേസ് ടു 1 കണ്ടുപിടിച്ചിട്ട് ആ ആൻസറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയല്ല വേണ്ടത്, ആ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിക്കോ. 1/4 ഹോൾ റേസ് ടു 1/4. നോക്കടാ മക്കളെ, ആൻസർ എന്ത് കിട്ടിയെന്ന് നോക്കിയേ, 7.72. ഒരൊറ്റ സ്റ്റെപ്പിൽ ഒരു ഇടിവെട്ട് പ്രോബ്ലമാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ഇങ്ങനെ എന്ത് വന്നാലും പ്രോപ്പർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഏത് കൊലകൊമ്പൻ പ്രോബ്ലം നമുക്ക് നിസ്സാരമായി ചെയ്യാം. ഈ ഒരു വീഡിയോ കണ്ടിട്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഇതുപോലത്തെ പ്രോബ്ലങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളും കാൽക്കുലേറ്ററിൽ ഇതേപോലെ പ്രോ ആകും. അപ്പോൾ മക്കളെ, സെറ്റ് അല്ലേടാ, എങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.